അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി പൈനാപ്പിൾ ജ്യൂസാണ്. ഫ്രഷ് പൈനാപ്പിൾ ജ്യൂസ്. നമ്മൾ കുറേ പൈനാപ്പിൾ നമ്മൾ കറക്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതിന് നല്ല അടിപൊളിയെ കഴുകി എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് അടിപൊളി ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാം. ചെറിയ ചെറിയ പൊടിയുണ്ടല്ലേ, കഴുകിയെടുത്താൽ സംഭവം വൃത്തിയാകും. എന്താ ഇത് പൈനാപ്പിൾ കട്ട് ചെയ്യല പണി അല്ലേ? ഭയങ്കര മധുരല്ലേ? നമുക്കിതിനെ ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്യാനുണ്ട്. ഇതിനെ നടുവാക്കി മുറിച്ച് ഇതുപോലെ അങ്ങനെ നമ്മൾ കട്ടിങ്ങൊക്കെ ചെയ്ത് റെഡിയാക്കിയിട്ട് നമ്മൾ മെഷീനിലിട്ടിട്ടാണ് ജ്യൂസ് അടിക്കുന്നത്. ഇതാ നമുക്ക് ജ്യൂസ് അടിക്കാൻ പറ്റുള്ളൂ. ഇതാ അങ്ങനെ നമ്മുടെ പൈനാപ്പിൾ കഴിഞ്ഞിരിക്കുകയാണ്. കറക്റ്റ് ഒരു വട്ട ജ്യൂസ് തന്നെ. ജ്യൂസല്ല, ഇത് തേന് പോലെ ഇരിക്കണില്ലേ രതീഷ? നല്ല തിക്കായിട്ടുള്ള സാധനമാണ്.
നമ്മുടെ കംപ്ലീറ്റ് കഴിഞ്ഞു. നമ്മുടെ പൈനാപ്പിൾ ജ്യൂസ് നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. വേണ്ട തേര് പോലെ ഗ്ലാസ് കഴിക്കട്ടാ. ആഹാ അടിപൊളി കളറൊക്കെ എന്താ അല്ലേ. അങ്ങനെ ഞങ്ങൾ കുറേ കഷ്ടപ്പാടിന് ശേഷം ടേസ്റ്റ് നോക്കാൻ വേണ്ടി പോവുകയാണല്ലേ. ടേസ്റ്റ് നോക്കാം. ശരിക്കും തേന് പോലെ ഇരിക്കും അല്ലേ. ഇതിന്റെ സംഭവം ഭയങ്കര സംഭവം കൊണ്ടത്. ഫ്രഷ് ജ്യൂസ് ഒന്നും ചേർത്തിട്ടില്ല. ഐസ് പോലും ഇട്ടില്ല അല്ലേ. ഫ്രഷ് പൈനാപ്പിൾ എന്താണോ അത് അല്ലേ. നല്ല മധുരമില്ലേ. അടിപൊളി സാധനം. വീത്ത് എങ്ങനെയുണ്ടാ. സൂപ്പർ അടിപൊളി അല്ലേ. പൊളി സാധനം കേട്ടോ ശരിക്കും. പൊളി. എനിക്ക് ഗ്ലാസ് ഒരു ഗ്ലാസ് എനിക്കും വേണം കേട്ടാ. ഒരു ഗ്ലാസ് പൊടി. സംഭവം അടിപൊളി പറഞ്ഞാൽ അടിപൊളി കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത് കുറേ ജ്യൂസ് ഉണ്ട്. നമ്മളെപ്പോഴും പോകണം ഓവർഫ്ലോയിലേക്ക് നമ്മൾ പാർസലാക്കി കൊടുത്തുവിടാൻ വേണ്ടി പോവാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അതവിടെ എത്തിക്കാം അല്ലേ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങൾ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ബെല്ലേക്ക് കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോ എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് സാധനം പാർസലാക്കിയിട്ട് നമുക്ക് ഓവർഫ്ലോയിലേക്ക് കൊടുത്തുവിടാം അല്ലേ. പിടിച്ചോ അവർ കുടിച്ച് പൊളിക്കട്ടെ.